ഭാവഗായകൻ അദ്ദേഹം ഓർമ്മയാവുകയാണ്. സ്കൂൾ യുവജനോത്സവ ചരിത്രം മുതൽ ആരംഭിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗാനസബരിയ എന്ന് പറയുന്നത്. അവിടുത്തെ ശ്രദ്ധേയമായ നേട്ടങ്ങളുണ്ട്. അതിനുശേഷം സിനിമാ ലോകത്തേക്കുള്ള വരവുണ്ട്. അതിനുശേഷം പാടിയ ഒട്ടനവധി ഗാനങ്ങളുണ്ട്. അതിപ്പോഴും മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞ് നിൽക്കുന്നതാണ്. ഭാവഗായകൻ എന്ന പേര് വീഴുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ശബ്ദ സൗകുമാര്യം അത് പകരം വയ്ക്കാൻ കഴിയാത്തതാണ്, ആർക്കും അനുകരിക്കാൻ കഴിയാത്തതാണ്. 6 പതിറ്റാണ്ടോളമായി മലയാള ഗാനരംഗത്ത് നിറഞ്ഞു നിന്ന സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹമാണ് ഇപ്പോൾ ഓർമ്മയാകുന്നത്. നാളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം മറ്റന്നാളാണ് സംസ്കാരം നടക്കുക. സംസ്കാര ചടങ്ങുകൾ നടക്കുക പറവൂരിലെ തറവാട്ട് വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം നടക്കുക. നാളെ രാവിലെ 8 മണി മുതൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഒട്ടനവധി ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ സവിശേഷതകൾ അവർ എടുത്തു പറയുന്നുണ്ടായിരുന്നു. 6 പതിറ്റാണ്ടോളമായി അദ്ദേഹം മലയാള സിനിമ രംഗത്ത്, മലയാള ഗാനരംഗത്ത് നിറഞ്ഞ് നിന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഓർമ്മയാകുന്നത്. അദ്ദേഹം പാടിയ ഗാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒട്ടേറെ വൈവിധ്യങ്ങളുള്ള ഗാനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയാണ് അതിനൊക്കെയും വലിയ സ്വീകാര്യത നേടിക്കൊടുത്തത്. അങ്ങനെ വലിയ സ്വീകാര്യത നേടിയ ഗായകനാണ് മാഞ്ഞു പോകുന്നത്. ഇപ്പോൾ നടൻ മോഹൻലാലിൻ്റെ കുറിപ്പ് കൂടി വരുന്നുണ്ട്. പ്രിയപ്പെട്ട ജയേട്ടൻ വിടവാങ്ങി എന്ന് പറഞ്ഞ് മോഹൻലാൽ ആ കുറിപ്പ് ഇട്ടിരിക്കുന്നു. എന്നും യുവത്വം തുളുമ്പുന്ന ഗാനങ്ങളിലൂടെ തലമുറകളുടെ ഭാവഗായകനായി മാറിയ ജയേട്ടൻ എനിക്ക് ജ്യേഷ്ഠ സഹോദരൻ തന്നെയായിരുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി വരുന്ന ഈ ശബ്ദം എല്ലാ മലയാളികളെയും പോലെ ഞാനും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എല്ലാ കാലത്തും ജയേട്ടൻ മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ പാടിക്കേൽപ്പിക്കും. അനിയനെപ്പോലെ എന്നെ ചേർത്ത് പിടിക്കും. വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമേ എനിക്ക് വേണ്ടി ജയേട്ടൻ സിനിമയിൽ പാടിയിട്ടുള്ളൂ എന്ന് കൂടി മോഹൻലാൽ ഇപ്പോൾ എഴുതുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം അത് എല്ലാ മലയാളികളുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ വലിയ ഗാന സബരിയിലൂടെ മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ഗായകനാണ് ഇപ്പോൾ മറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വൈവിധ്യമുണ്ട് ആ ഗാനങ്ങൾക്ക്. അങ്ങനെ മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ഗായകൻ കൂടി ഇപ്പോൾ മാഞ്ഞു പോവുകയാണ്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന് പറയുന്ന ഗാനം, നീലഗിരിയുടെ സഖികളെ എന്നുള്ള ഗാനം, അതൊക്കെ എല്ലാ മലയാളിയുടെയും മനസ്സിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. സ്വർണ്ണഗോപുര നർത്തകി ശില്പമുണ്ട്, കർപ്പൂര ദീപത്തിൻ കാന്തിയിലുണ്ട്, അഷ്ടപതിയിലെ നായികയുണ്ട്, തിരുവാഭരണം ചാർത്തി വിടർന്നുണ്ട്. എത്രയോ ഗാനങ്ങളുണ്ട്. കാറ്റുമൊഴുക്കും കിഴക്കോട്ട്, റംസാനിലെ ചന്ദ്രികയോ, നന്ദ്യാർ വട്ട പൂജിരിച്ചതുപോലെ തന്നെ ഒട്ടനവധി ലളിതഗാനങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ശബ്ദ സൗകുമാര്യത്തിലൂടെ മലയാളികൾ കേട്ട ലളിതഗാനങ്ങൾ അതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്, മലയാളിയുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു ഗായകനെയാണ് നഷ്ടമാകുന്നത്. അത് വലിയ നഷ്ടമാണ് എന്ന് പ്രമുഖർ പറയുമ്പോൾ അത് വെറും വാക്കല്ല, മറിച്ചത് മലയാള ഗാന രംഗത്തിന്, ഗാനലോകത്തിന് വലിയ നഷ്ടം തന്നെയാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം തുടരുന്നുണ്ട് ഇപ്പോൾ നമുക്കൊപ്പം. ഹാഷ്മി, ഈ പലരുടെ അനുസ്മരണങ്ങളൊക്കെ നമ്മൾ കേട്ടു. വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോകുന്നതല്ല, മറിച്ച് അത് വലിയ നഷ്ടം തന്നെയാണ് മലയാള ഗാന ശാഖയ്ക്ക്. അദ്ദേഹത്തിൻ്റെ ഈ ശബ്ദ സൗകുമാര്യം അത് തന്നെ ആയിരിക്കുമല്ലോ എല്ലാ കാലത്തും മലയാളിയുടെ മനസ്സിൽ നിലനിൽക്കുക. ഹാഷ്മി, ഉറപ്പായും ആ ശബ്ദത്തിന് മരണമില്ലെന്ന് നമുക്ക് ഉറപ്പായും 100% ഉറപ്പായും പറയാം ഉന്മേഷ്. അതിന് കാരണം നമ്മൾ എല്ലാ ദിവസവും എന്നോണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പി ജയന്തൻ്റെ ഒരു വാക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നുകിൽ കാറിൽ FM വെക്കുമ്പോഴോ, അല്ലെങ്കിൽ ഫോണിലോ, അല്ലെങ്കിൽ ബസ്സിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും വഴിയരികിലോ റെക്കോർഡ് കേൾക്കുന്ന എങ്ങനെയെങ്കിലുമൊക്കെ ആ പാട്ട് ഒരിക്കലെങ്കിലും ഒരു വരിയെങ്കിലും കേൾക്കാത്ത ഒരൊറ്റ ദിവസം മലയാളിക്കില്ല എന്ന് ഉറപ്പായും പറയാം. അത് ആ പാട്ടുകളുടെ ബാഹുല്യം കാരണം, ആ പാട്ടുകൾ അത്രയും നമ്മുടെ വൈകാരിക വേറ്റങ്ങളും ചേർന്ന് നിൽക്കുന്ന പാട്ടുകളായതുകൊണ്ട് തന്നെ ഇനി വരും മുന്നോട്ടുള്ള വർഷങ്ങളിലും മലയാളമുള്ളിടത്തോളം, മലയാള പാട്ടുകളും മലയാളിക്ക് പാട്ടിനോടുള്ള ഇഷ്ടമുള്ളിടത്തോളം കാലമൊക്കെ അത് അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് നേരത്തെ അനുസ്മരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ശബ്ദം നിലനിൽക്കുന്നിടത്തോളം കാലം പി ജയേന്ദ്രൻ നമുക്കിടയിൽ തന്നെയുണ്ട്, അദ്ദേഹത്തിന് മരണമില്ല. 100% അങ്ങനെയാണ്. ഉന്മേഷ് നോക്കണം, മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയത് ഒരു തവണയാണ്. സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയത് 5 തവണയാണ്. JC ഡാനിയൽ പുരസ്കാരം 1 തവണ കിട്ടി. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടി. തമിഴ്നാട് സർക്കാരിൻ്റെ സംസ്ഥാന പുരസ്കാരം കിട്ടിയത് 4 തവണയാണ്. കലൈമാമണി പുരസ്കാരവും തമിഴ്നാട് സർക്കാരിൻ്റെ സംസ്ഥാന പുരസ്കാരം ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ തമിഴകം, നമ്മുടെ തൊട്ടയൽ സംസ്ഥാനം, അദ്ദേഹത്തിന് സമ്മാനിച്ചാണ്. നോക്കൂ, കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ എങ്ങനെയാണ് ഒരു ഗായകൻ പ്രിയപ്പെട്ടവനാവുക എന്ന് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ മാന്ത്രിക ശബ്ദം അത്രത്തോളം മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും അവൻ്റെ വികാരങ്ങളോട് ചേർന്ന് നിന്ന് അത്ര കണ്ട് സ്വാധീനിക്കുന്നതും കൊണ്ടാണല്ലോ അങ്ങനെ ആവർത്തിച്ച് പുരസ്കാരങ്ങൾ പി ജയന് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നൽകുക വഴി ആ പുരസ്കാരങ്ങൾക്ക് കൂടി വലിപ്പം വെക്കുകയാണ്. പി ജയേന്ദ്രന് ആ പുരസ്കാരങ്ങൾ കിട്ടുക വഴി ആ പുരസ്കാരങ്ങൾ പുരസ്കാരിതമാകുന്നു എന്ന് ഉറപ്പായും പറയാം ഉന്മേഷ്. അങ്ങനെ നോക്കൂ, തമിഴ്നാട് അത്രത്തോളം സ്നേഹിച്ച, അല്ലെങ്കിൽ ഈ നമ്മൾ എപ്പോഴും പറയാറുള്ള ഈ രാസാത്തി എന്ന പാട്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും 84 ഇറങ്ങിയ ഒരു പാട്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും അവിടുത്തെ ടോപ്പ് ചാർട്ടുകളിൽ അല്ലെങ്കിൽ ടോപ്പ് ഹിറ്റ് ചാർട്ടുകളിൽ എപ്പോഴും ടോപ്പ് 5-ലോ അല്ലെങ്കിൽ ഒന്നാം പ്രണയപ്പാട്ടായി തന്നെ എപ്പോഴും എല്ലാ കാലവും തലമുറകൾ നിൽക്കാനുള്ള കാരണം തലമുറ ഭേദമില്ലാതെ കാലഘട്ട ഭേദമില്ലാതെ ആ ശബ്ദവും ആ ശബ്ദത്തിൻ്റെ ഭാവവും മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഭാവഗായകൻ എന്ന അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാൻ കഴിയുന്നത്. ഭാവഗായകൻ എന്ന ആ അർത്ഥത്തിൽ വിളിക്കാൻ കഴിയുന്ന മറ്റൊരു ഗായകൻ നമുക്കില്ല എന്ന് ഉറപ്പായും പറയാം. നമുക്ക് മാത്രമല്ല, അത് തമിഴകത്തിന് ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല. തമിഴ്, തെലുങ്ക്, ഹിന്ദി അടക്കം 5 ഭാഷകളിൽ 16,000-ലധികം പാട്ടുകൾ എന്ന് പറയുന്നത് 80 വയസ്സ് പൂർത്തിയാക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലത്ത് ഇത്രയധികം എല്ലാം ഒന്നിനൊന്ന് ഹിറ്റ് പാട്ടുകൾ. ഒന്നാമത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ ആദ്യ സിനിമയിൽ പാടിയ അല്ലെങ്കിൽ ആദ്യ സിനിമയിൽ കുഞ്ഞാലിമരക്കാർ എന്ന സിനിമയിൽ പാടുന്നു, പക്ഷേ ആ പാട്ട് പുറത്തു വരുന്നില്ല. പക്ഷേ പാടി പുറത്തു വന്ന ആദ്യ പാട്ട് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയ പാട്ടാണ്. ആ പാട്ട് മുതൽ ഹിറ്റ് തുടങ്ങിയതാണ്. ആ പാട്ട് മുതൽ അദ്ദേഹത്തിൻ്റെ ശബ്ദമാന്ത്രികത മലയാളി തിരിച്ചറിഞ്ഞതാണ്. ആ പാട്ട് മുതൽ പാടിയ പാട്ടുകളൊക്കെ തൊട്ടതൊക്കെ പൊന്നാക്കി എന്ന് നമ്മൾ ഇന്ത്യയെ പറ്റി പറഞ്ഞതുപോലെ തൊട്ട പാട്ടുകളൊക്കെ ഹിറ്റാക്കിയ തൊട്ട പാട്ടുകളൊക്കെ അത്രത്തോളം മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ച പാട്ടുകൾ, അത്രയും പാട്ടുകൾ നമുക്ക് തന്നിട്ടാണ് പി ജയേന്ദ്രൻ്റെ മടക്കം. അതുകൊണ്ട് തന്നെ അതൊരു ഏറ്റവും സഫലമായ കർമ്മകാണ്ഡമാണ് എന്ന് നമുക്ക് 100% ഉറപ്പായും പറയാവുന്ന ഒരു കാര്യമാണ്. എന്ന് പറയുമ്പോൾ പോലും ഏറ്റവും ഒടുവിൽ വന്ന പ്രായം തമ്മിൽ മോഹം നൽകി തുടങ്ങിയ പുതിയ കാലത്തിൻ്റെ പാട്ടുകൾ, ന്യൂജൻ പാട്ടുകാരുടെ കൂടെയുള്ള ഏറ്റവും പുതിയ പാട്ടുകളൊക്കെ അദ്ദേഹത്തിന് അങ്ങേയറ്റം വഴങ്ങുകയും അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള അദ്ദേഹത്തിന് പ്രായമാകുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് പ്രായമാകാത്ത ഒരു മാന്ത്രികം നമ്മൾ കാണുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് 80-ാം വയസ്സിൽ പി ജയേന്ദ്രൻ മരിക്കുമ്പോൾ അത് നമുക്ക് നഷ്ടമാണെന്ന് പറയാനുള്ള കാരണം ഒരുപക്ഷെ ഇനിയും കൂടുതൽ ഭാവാത്മകമായ, അത്രത്തോളം ഭാവതീവ്രമായ കൂടുതൽ പാട്ടുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിൽ നിന്ന് മലയാളിക്ക് സംഭാവനകളായി കിട്ടേണ്ടിയിരുന്നു. അത് നമുക്ക് നഷ്ടമാവുന്നു എന്നുള്ളത് നമ്മുടെ തീർത്താൽ തീരാത്ത നഷ്ടമാണ്. നേരത്തെ ഉന്മേഷ് പല പാട്ടുകൾ പറയുന്നുണ്ടായിരുന്നു. ഉന്മേഷ്, നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ ഈ 7:30 8 മണിയാകുമ്പോഴേക്കും അദ്ദേഹം വിടവാങ്ങി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആകസ്മിക മരണത്തിൻ്റെ വാർത്ത പുറത്തു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിളിക്കുന്നുണ്ട്. ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ മനസ്സിനെ സ്വാധീനിച്ച പാട്ടുകളുടെ ഓരോ ലിസ്റ്റ് പറയുന്നുണ്ട്. ഓരോരോ ലിസ്റ്റും വ്യത്യസ്തമാണ്. ഓരോരുത്തർ പറയുന്ന ആ പാട്ടുകൾ, അവരെ സ്വാധീനിച്ച പാട്ടുകൾ പറയുന്ന ആ ഭാവതലങ്ങൾ വ്യത്യസ്തമാണ്. പിന്നെയും നോക്കിയാൽ പിന്നെയും ആ പാട്ടുകൾ വെറുതെ ഒന്ന് എഴുതി നോക്കിയാൽ തന്നെ മഞ്ഞരയിൽ മുങ്ങിത്തോർത്തി മുതൽ അനുരാഗ ഗാനം പോലെ, ശരദിന്ദു മലർദീപം എന്ന് പറയുന്ന പാട്ട്, ഒന്ന് തൊടാനുള്ളിൽ എന്ന പാട്ട്, മറന്നിട്ടും എന്തിനോ എന്നുള്ള പാട്ട്, നീ ഒരു പുഴയായി പൊന്നുവിശ്വസൊന്നും നീരാടുവാൻ, നീ മണിമുകിലാടകൾ, പൂവേ പാലപ്പൂവേ, പ്രായം തമ്മിൽ മോഹം നൽകി, എന്തേ ഇന്നും വന്നില്ല, അറിയാതെ എന്ന് പറഞ്ഞ് ഈ പാട്ടിൽ കല്ലായിക്കടവത്ത്, സ്വയംവര ചന്ദ്രികയെ എന്ന് പറയുന്ന ഈ പറയുന്ന ഹിറ്റ് ഗാനങ്ങളുടെ ഒരു ചാർട്ടിനപ്പുറമാണ് ഭക്തിഗാനങ്ങളുടെ ഈ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന എക്കാലത്തെയും എവർഗ്രീൻ ഭക്തിഗാനങ്ങൾ, ക്രൈസ്തവ ഭക്തിഗാനങ്ങളുടെ ഒരു നിരയാണ്. തമിഴ് ക്രൈസ്തവ ഭക്തിഗാനങ്ങളുടെ വേറൊരു ശാഖയുണ്ട്. അങ്ങനെ ഇത്രത്തോളം ഈ 80 വയസ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതകാലയളവിൽ ഇത്രത്തോളം വെറുതെ പാട്ടുകൾ പാടിക്കൂട്ടുന്നതല്ല, ഇത്രത്തോളം ഓരോ പാട്ടും എണ്ണം പറയുന്ന ഓരോരോ പാട്ടുകളായി നിൽക്കുന്ന, ഓരോ പാട്ടും വേറിട്ട് നിർത്തുന്ന, ഓരോ പാട്ടും ഏതെങ്കിലും തരത്തിൽ ആവർത്തന വിരസത ഉണ്ടാക്കാത്ത, ഒരു പാട്ട് തന്നെ പലയാവർത്തി കേട്ടാൽ തന്നെ മടുത്തു പോവാത്ത, അല്ലെങ്കിൽ ഒരു പാട്ട് പലയാവർത്തി കേൾക്കുമ്പോൾ ഓരോ കേൾവിയിലും പുതുമ തോന്നുന്ന അത്തരത്തിലൊരു മാന്ത്രികത അത് നഷ്ടമാകുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം നഷ്ടമാണ്. എന്തായാലും നമുക്ക് ഇത് നമ്മുടെ സർഗ്ഗപ്രതിഭകളുടെ നഷ്ടകാലമാണ്. അത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ വേദനയാണ്. നമുക്കറിയാം 2024 അവസാനിച്ചത് MT വാസുദേവൻ നായർ പറയുന്ന നമ്മുടെ സാഹിത്യത്തിൻ്റെ സമ്പത്ത് എടുത്തുപോയിക്കൊണ്ട് സാഹിത്യ മേഖല അനാഥമായിക്കൊണ്ടാണ് 2024 കടന്നുപോയതെങ്കിൽ 2025 പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ ജനുവരി ആകുമ്പോഴേക്കും നമ്മുടെ സംഗീത ശാഖയുടെ ഒരു വലിയ ശിഖരം അസ്തമിക്കുന്നു എന്ന് ഉറപ്പായും പറയാം. ഒരു സംഗീത പൗർണമി അത് അസ്തമിപ്പിച്ചുകൊണ്ടാണ് പുതിയ വർഷത്തിൻ്റെ തുടക്കം. യേശുദാസും പി ജയേന്ദ്രനും നമ്മുടെ 2 ശാഖകളായിരുന്നു എന്ന് ഉറപ്പായും പറയാം. 58-ലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അന്ന് പി ജയേന്ദ്രൻ മൃദംഗത്തിൽ 1-ാം സ്ഥാനം, അന്ന് ലളിതഗാനത്തിൽ
ജയന്തന് 2ാം സ്ഥാനം, യേശുദാസൻ ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും 1ാം സ്ഥാനം. അങ്ങനെ ഈ 2 പ്രതിഭകൾ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ഇങ്ങോട്ടാകുമ്പോഴേക്കും ഈ 2 പ്രതിഭകൾ മലയാള ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ നേരത്തെ അനുസ്മരിക്കുമ്പോൾ എസ് കെ ചേട്ടാ ശ്രീകണ്ഠൻ ചേട്ടൻ നമുക്ക് 2 പാട്ടുകാരേ ഉള്ളൂ, അത് ജയേന്ദ്രൻ ചേട്ടനും ദാസേട്ടനുമാണ് എന്ന് കെ ബി ഗണേഷ് കുമാർ പറയാം. അവരുടെ കോളേജ് കാലം ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുന്ന ഹൃദയത്തിൽ എന്താണ് കല്ലിൽ കോറിയിട്ട പോലുള്ള പാട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന 2 പാട്ടുകാർ മലയാളത്തിന് 2 മഹാവൃക്ഷങ്ങളാണ്. അത് ഒന്ന് ഗന്ധർവ സംഗീതം അല്ലെങ്കിൽ ഒന്ന് ഗന്ധർവ എന്നറിയപ്പെടുമ്പോൾ പി ജയേന്ദ്രൻ്റെ കിന്നര ശബ്ദം അങ്ങനെ തന്നെ ഒട്ടും തന്നെ കുറവുണ്ടാവാത്ത രീതിയിൽ അങ്ങനെ തന്നെ നമ്മുടെയൊക്കെ വികാരങ്ങളെ സ്വാധീനിച്ച് നമ്മുടെയൊക്കെ പല ഇപ്പോൾ സന്തോഷമാകട്ടെ, അത് സങ്കടമാകട്ടെ, അങ്ങേയറ്റം പ്രണയമാകട്ടെ, പ്രണയവിരഹമാകട്ടെ, അതിനൊക്കെ പശ്ചാത്തല സംഗീതമായി നിന്നു. ഏതെങ്കിലും തരത്തിൽ യേശുദാസ് ഒരുപാട് പാട്ടുകൾ പാടി മുന്നോട്ടേക്ക് പോയി. യേശുദാസ് എന്ന് പറയുന്ന അശ്വമേധത്തിൽ ഏതെങ്കിലും തരത്തിൽ പി ജയേന്ദ്രൻ്റെ ഒളിമങ്ങിപ്പോയി എന്നാരും കരുതേണ്ടതില്ല, എന്ന് കരുതുക വയ്യ. വേണമെങ്കിൽ 2 ബദൽ ശബ്ദങ്ങൾ എന്ന് പറയാമെങ്കിൽ കൂടിയും 2 ബദൽ ശബ്ദങ്ങൾ മലയാളത്തിൻ്റെ 2 തിടം വെച്ച 2 ശക്തിയേറിയ ശാഖകളായി ഇക്കാലം അത്രയും മലയാള സംഗീത ശാഖയെ പരിപോഷിപ്പിച്ച് അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയായിരുന്നു. അതൊരു ശാഖ ഈ രാത്രി നിലച്ചു പോകുന്നു എന്ന സങ്കടം നമുക്കുണ്ട്. അങ്ങനെ നിലച്ചുപോയി എന്ന് പറയുമ്പോൾ പോലും ഇത്രയധികം പാട്ടുകൾ നമുക്ക് തന്നു. നമുക്ക് ഇനിയും നമ്മുടെ മുന്നോട്ടേക്കുള്ള തലമുറകൾക്കൊക്കെ അവരുടെ ബാല്യകാലങ്ങൾക്ക്, അവരുടെ യുവത്വങ്ങൾക്ക്, അവരുടെ പ്രണയത്തിന്, അവരുടെ പ്രണയവിരഹത്തിന്, അവരുടെ ജീവിത സായാഹ്നങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യാവസ്ഥയുടെ എല്ലാ ഘട്ടത്തിലും അവരുടെ എല്ലാ വികാരങ്ങൾക്കും, ഏതൊക്കെ തരം പ്രണയവികാരങ്ങൾക്കും, തീവ്രമായതുമല്ലാത്തതുമായ അല്ലെങ്കിൽ ലോലമായതുമായ എല്ലാത്തരം പ്രണയാനുഭവങ്ങൾക്കും പറ്റിയ ഭാവാത്മകമായ പാട്ടുകൾ സമ്മാനിച്ചിട്ടാണ് ആ ഗായകൻ വിടവാങ്ങുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എം ടി വാസുദേവൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് കാലങ്ങളിലേക്കുള്ള ഇനി മുന്നോട്ടുള്ള തലമുറകളിലേക്ക് കൂടി എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചു. അതുകൊണ്ട് അദ്ദേഹം സാഹിത്യത്തെ അനാഥമാക്കുന്നത്, സാഹിത്യത്തെ സനാഥമാക്കി ആണ് മടങ്ങിയത് എന്ന് ആകാശവാണിയിൽ ഒരു ഉദ്യോഗസ്ഥർ പറയുന്ന പോലെ, അന്ന് നമ്മളവിടെ പോകുമ്പോൾ പറയുന്നത് പോലെ ഇനിയുമുള്ള തലമുറകൾക്ക് വേണ്ടി അദ്ദേഹം പാടി വെച്ചിട്ടാണ്. എല്ലാ പ്രണയാനുഭവങ്ങൾക്കും, എല്ലാ വിരഹാനുഭവങ്ങൾക്കും, എല്ലാ സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും കേൾക്കാനുള്ള ഒരു പാട്ടെങ്കിലും പാടി വെച്ചിട്ടാണ് അദ്ദേഹം. അങ്ങനെ ആ ഗാനശാഖയെ വേണമെങ്കിൽ സനാതനമാക്കിയിട്ടാണ് ആ മടക്കം എന്നുറപ്പായും പറയാം. ഓരോരുത്തരായി അനുസ്മരിക്കാൻ നമ്മൾ കേൾക്കുന്നു. ഉന്മേഷ് ഓരോരുത്തർക്കും അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്ക് വളരെ വൈയക്തികമായുള്ള 100 അനുഭവങ്ങൾ പറയുന്നു. വളരെ വൈകാരികമായി തന്നെ പറയുന്നു. പെട്ടെന്ന് ഇപ്പോൾ ശ്രീകുമാരൻ നമ്പി ആവട്ടെ, വേണുഗോപാലാവട്ടെ, അവർ പറയുമ്പോൾ അവരുടെ ചിന്തകൾക്ക് അടുക്ക് കിട്ടുന്നില്ല. അതിന് കാരണം അവർക്കിപ്പോഴും ഈ വിയോഗം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ നഷ്ടമാണ്. പി ജയേന്ദ്രൻ എന്നൊരു സംഗീത സാഗരം ഇനിയില്ല എന്ന് എത്ര പേർക്ക് ഈ രാത്രി ഉൾക്കൊള്ളാൻ കഴിയും എന്ന കാര്യം സംശയവുമാണ്. ഉന്മേഷ്, ആ ഗാനങ്ങൾ ഒരിക്കലും മായാത്തതായി നമ്മുടെ മുൻപിൽ നിലനിൽക്കുകയാണ് ഇപ്പോഴും. തിരികെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.